ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലിന്റെ പ്രവർത്തനം കർണാടക ഹൈക്കോടതി താത്കാലികമായി തടഞ്ഞു. കന്നഡ TV ചാനൽ പവർ TVയുടെ സംപ്രേഷണമാണ് തടഞ്ഞത്. ചാനലിന് ലൈസൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി JDS മുൻ MLA C രമേശ് ഗൌഡ നൽകിയ ഹർജിയിലാണ് നടപടി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, എന്താണ് കോടതി നടപടിയുടെ വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ JDS മുൻ MLC ആയിട്ടുള്ള രമേശ് ഗൌഡ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. കന്നഡ ന്യൂസ് ചാനലായിട്ടുള്ള പവർ ടിവിയുടെ സംപ്രേഷണമാണ് ഹൈക്കോടതി താൽക്കാലികമായി ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. കേസ് അടുത്തായി പരിഗണിക്കുന്ന തീയതി വരെ സംപ്രേഷണം നിർത്തിവെക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ നൽകിയിട്ടുള്ളത്. ഈ ചാനലിൽ ലൈസൻസ് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസ് പുറത്തു വന്ന ഘട്ടത്തിൽ അത് സംപ്രേഷണം ചെയ്ത ചില കന്നഡ മാധ്യമങ്ങൾക്കെതിരെയാണ് JDS ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയതോടെയാണ് പവർ ടിവിക്ക് ഇത്തരത്തിൽ സംപ്രേഷണത്തിൽ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ ഉത്തരവിറക്കിയിട്ടുള്ളത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ വാർത്ത നൽകിയ പവർ TVയുടെ സംപ്രേഷണം താത്കാലികമായി തടഞ്ഞുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി ഉത്തരവ്.